ഉഗ്ര സൗണ്ടിൽ അത് വന്നപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല. കുട്ടീനെയും കൈ പിടിച്ചു ഓടി. എന്തൊട്ടൊക്കെ ഉണ്ടായിണ അവയ്ക്ക് ഒന്നും അറിയില്ല. ശബ്ദം കേൾക്കുകയാണ് ചെയ്തത്. ശബ്ദം എന്തെന്നാ ഞാൻ പറയുക, അങ്ങനെ പേടിച്ചോ അമ്മ? പേടിച്ചങ്ങനെ ആരുടെ ഇടിക്കായിരുന്നു. സ്ഫോടനം നടന്നതിൻ്റെ മീറ്ററുകളോളം ഇപ്പുറം വരെ അതിൻ്റെ ആഘാതമേറ്റു എന്നുള്ളതാണ്. പല വീടുകളുടെയും ജനൽ ചില്ലുകളും ഓടുകളും ഒക്കെ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, അവിടെ ജനൽ ചില്ലുകളൊക്കെ തകർന്നിട്ടുണ്ട്. അവ തകർന്ന് അകത്തേക്ക് പതിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പലരും ഈ വീടിനകത്തുള്ളവരുടെ ദേഹത്തേക്കൊക്കെ ഈ ചില്ലുകളൊക്കെ വന്ന് പതിക്കുന്ന ഒരു നില കൂടി ഇന്നലെ ഉണ്ടായിരുന്നു. വീടിനകത്ത് നിന്ന് ഉഗ്ര ശബ്ദം കേട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങി ഓടുകയും ചെയ്യുന്നത്. വലിയ ഒരു ഞെട്ടൽ, അതിൻ്റെ ആ ഒരു നടുക്കമൊക്കെ ഇപ്പോഴും ഇവരെ സംബന്ധിച്ചുണ്ട്. ചേച്ചി ഈ സമയത്ത് അകത്തായിരുന്നു. എന്താ സംഭവിച്ചത്? ആദ്യം പൊട്ടിയപ്പോൾ ഞെട്ടി എണീറ്റു നമ്മൾ. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഉഗ്ര സൗണ്ടിൽ അത് വന്നപ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയണില്ല. കുട്ടീനെയും കൈ പിടിച്ചു ഓടി. ആ നെഞ്ചിടിപ്പൊന്നും ഇപ്പോഴും വിട്ടു പോകണില്ല നമുക്ക്. ശബ്ദം കേട്ടപ്പോൾ ആദ്യം എന്താ വിചാരിച്ചിരുന്നത്? ആദ്യം എന്താണ്, ഭൂമികുലുക്കാണോ അത് വീട് തകരുകയാണോ എന്താണെന്ന് പറയാൻ പറ്റണില്ല. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഈ പുകയും തീയും ഒക്കെ കണ്ടപ്പോഴാണ് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത്. ഇവിടെ കുറേ കാലമായില്ലേ? ഇവിടെ ഇത് കാലമായിട്ടുണ്ട്, കുറേ കാലമായിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഇപ്പം ഈ സതീശ് എന്ന് പറയുന്ന അച്ഛനായിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവൻ്റെ മക്കളൊക്കെ കുഞ്ഞു കുട്ടികളുള്ളപ്പോൾ 10-30 വർഷം ഒക്കെ ആയിണ്ടാവും അവരിവിടെ ഈ പണി തുടങ്ങിയിട്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് അതിൻ്റെ അകത്ത് ജോലി ചെയ്യുന്നവരൊക്കെ നമുക്ക് അറിയുന്നവരൊക്കെ ആയിരിക്കും. അറിയുന്നവരൊക്കെ ഉണ്ട്, നമ്മളെന്നും കാണുന്നവരുമാണ്. ഇതിലൂടെയൊക്കെ ആയിരിക്കുമല്ലോ പോകുക. ഇതിൽ തന്നെ എന്നും പോവുക. ഇത് തന്നെ ഒരു വഴിയുള്ള അതിലേക്ക് പോകാനായിട്ട്. ഈ പടിക്ക് കൂടെ തന്നെയാണ് എന്നും. രാവിലെ പോവാം, ഉച്ചയ്ക്ക് വൈകിട്ട് തിരിച്ചു പോകും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ചിലർ വീട്ടിൽ പോകണവരുണ്ട്, അങ്ങനെ പോയി വരുന്നവരുണ്ട്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും വണ്ടികളും മരുന്ന് കൊണ്ടുപോകണവരും ഒക്കെ ഈ പടിക്ക് കൂടെ പോകണവരാണ് എന്നും നമ്മൾ കാണുന്നത്. ഇവരൊക്കെ സംബന്ധിച്ച് ഇവർക്കൊക്കെ അറിയുന്നവരാണ് ഇവിടെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും. ഇവിടെ നമുക്ക് കാണാം ഈ ജനൽ ചില്ലുകൾ അവിടെ നിന്ന് തകരുകയും അത് ഈ ഉള്ളിലേക്ക് പതിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ മുറികൾക്കകത്തൊക്കെ ഇവരൊക്കെ താമസിക്കുകയായിരുന്നു, അവർ നിൽക്കുകയായിരുന്നു. മകനായിരുന്നു തോന്നുന്നല്ലേ? അതെ, മകനായിരുന്നു. ദേഹത്തേക്ക് എന്തെങ്കിലും പതിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു? അങ്ങനെ മേലേക്ക് വീണ്, പക്ഷെ മുറിവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വീണപ്പോഴാണ് തട്ടിപ്പടഞ്ഞ് ഈ ശബ്ദം കൂടി ആയപ്പോൾ എനിക്ക് എനിക്ക് വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ പുറത്തേക്ക് അങ്ങോട്ട് റോഡിലേക്ക് ഓടി പോയി. കേട്ടപ്പോൾ എല്ലാവരും പുറത്തോട്ട് ഓടി, എല്ലാവരും പുറത്തേക്ക് ഓടി. അതുപോലെ തന്നെ ഒരു പ്രായമായ ഒരു അമ്മ കൂടിയുണ്ട്. അമ്മേ, ഈ സമയത്ത് ഉണ്ടായിരുന്നല്ലോ ഇവിടെ? ഉണ്ടായിരുന്നു. എന്തൊട്ടൊക്കെ ഉണ്ടായിണ അവയ്ക്ക് ഒന്നും അറിയില്ല. ശബ്ദം കേൾക്കുകയാണ് ചെയ്തത്. ശബ്ദം എന്തെന്നാ ഞാൻ പറയുക, അങ്ങനെ പേടിച്ചോ അമ്മ? പേടിച്ചങ്ങനെ ആരുടെ ഇടിക്കായിരുന്നു. പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഓടുക ചെയ്തത്? ഓടിയൊന്നുമില്ല, അങ്ങോട്ട് നടന്ന് അങ്ങോട്ട് പോയി. എന്തൊട്ടാ ഉണ്ടായിണ അവയ്ക്ക് ഒന്നും അറിയില്ല. ഇതാദ്യമായിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാവും. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇതൊക്കെ അനുഭവിക്കുന്നത്. നമ്മളൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇടി വെട്ടുമ്പോൾ വരെ പേടിച്ചിട്ട് ഗ്ലാസ്സുള്ള ജനലുകളുള്ള റൂമിൽ ഇരിക്കില്ല അമ്മ. അമ്മ കിടക്കുന്ന റൂമിന് മരത്തിൻ്റെ ജനലാണ് ആക്കിയെടുക്കുന്നത്. ആ റൂമിലായിരിക്കുമല്ലോ വാതിൽ. ഇടിമിന്നലും വെളിച്ചമൊക്കെ പേടിയാണ്. അങ്ങനത്തെ ആളാണ്. ഈ സ്ഫോടനം വന്നപ്പോൾ എന്താ കാട്ടേണ്ടതെന്ന് ആൾക്ക് എന്നെ ബോധമില്ല. എന്താ പറയണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന്. നന്നായി പേടിച്ചു പോയില്ലേ? പേടിച്ചു. നമുക്ക് അറിയുന്നവരൊക്കെ ഉണ്ടോ? ഇത് പണിക്ക് പോകുമ്പോഴൊക്കെ എന്നും കാണാറുള്ളതാണ്. ഞാൻ മിറ്റടിക്കുമ്പോഴൊക്കെ കാണും, പണിക്ക് പോകുന്നതും വരുന്നതൊക്കെ കാണും. ഏതായാലും അങ്ങനെ തന്നെയാണ്. ഇവരെ സംബന്ധിച്ച് വലിയ ആഘാതം ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്. വീടിനകത്തായിരുന്നു. ഉടൻ തന്നെ ശബ്ദം കേട്ട ഉടൻ തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പുറത്തേക്ക് ഇറങ്ങി ഓടി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ ജനൽ ചില്ലുകളൊക്കെ തകരുന്നതും പലരുടെയും ദേഹത്തൊക്കെ പതിക്കുകയും ചെയ്യുന്നത്. ഏതായാലും ആ ഞെട്ടലിൽ നിന്ന് ഇവർ ഇതുവരെ മാറിയിട്ടില്ല, മുക്തമായിട്ടില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ.